ഹലോ എവ്രി വൺ, ഇറ്റ്സ് മീ ചന്ദ്രു. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാറ്ററ്റ് പ്രിപ്പറേഷനെ കുറിച്ചാണ്. അപ്പം നമുക്കറിയാം, കഴിഞ്ഞ ദിവസം കാറ്ററ്റിൻ്റെ ഏപ്രിൽ 2024 നോട്ടിഫിക്കേഷൻ വന്നു. ഈ വർഷത്തെ ആദ്യത്തെ നോട്ടിഫിക്കേഷൻ കൂടിയാണ്. അപ്പോൾ എൻ്റെ ടൈം ടേബിളും വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജൂൺ 22, 23 നമ്മളുടെ കാറ്ററ്റ് എല്ലാ കാറ്റഗറിയുടെ എക്സാംസ് കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഓൺലൈൻ രജിസ്ട്രേഷൻ 17-ാം തീയതി മുതൽ ആരംഭിക്കുന്നുണ്ട്. ഓക്കെ, ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. അപ്ലൈ ചെയ്യാനുള്ളവരൊക്കെ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. ലാസ്റ്റ് ഡേറ്റിന് നോക്കി നിൽക്കാതെ തന്നെ അപ്ലൈ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പോയിൻറ്റ്സാണ് മെയിനായിട്ട് ആഡ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, കാറ്ററ്റിന് കഴിഞ്ഞ എക്സാംസിനൊക്കെ നമ്മൾ വീഡിയോസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പ്രിപ്പറേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒത്തിരി വീഡിയോസ് നമ്മൾ ഉൾപ്പെടുത്തുന്നില്ല ഈ പ്രാവശ്യവും. കഴിഞ്ഞ പ്രാവശ്യം ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം ഓൾറെഡി നമ്മൾ കുറേ വീഡിയോസൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അത് പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും കണ്ടൻറ്റിന് ഇമ്പോർട്ടൻറ്റ് കൊടുത്തിട്ട്, അല്ലെങ്കിൽ ക്ലാസ്സസിൻ്റെ എണ്ണം കൂട്ടിയിട്ട് അല്ലാത്ത വീഡിയോകൾ പരമാവധി കുറയ്ക്കാൻ നോക്കിയിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് നോട്ടിഫിക്കേഷൻ്റെ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഈ വീഡിയോയോട് കൂടി നമ്മളുടെ ആ പ്രിപ്പറേഷനെ കുറിച്ചുള്ള ഇതെല്ലാം കംപ്ലീറ്റ് ആവും. പിന്നെ ഉള്ളത് ക്ലാസ്സസ് ആണ്. അതായത് ഇപ്പം ഞാൻ ഓൾറെഡി വീഡിയോസ് നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീക്കിൽ സ്പോക്കൺ ഹിന്ദിയുടെ കുറച്ച് ഷോർട്സ് നിങ്ങൾക്ക് കിട്ടും. അതിനുശേഷം നെക്സ്റ്റ് വീക്കോട് കൂടി കാറ്ററ്റ് സൈക്കോളജിയുടെ ക്ലാസ് കിട്ടി തുടങ്ങും. അത് കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഏകദേശം ജൂൺ വരെ അപ്ലോഡഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ആയതുകൊണ്ട് പ്രീമിയർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമ്മളുടെ ചാനലുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പോയിൻറ്റ്സ് ആഡ് ചെയ്യാനുണ്ട്. കാരണം പുതിയ വ്യൂവേഴ്സ് കാണും തീർച്ചയായിട്ടും, പുതിയതായിട്ട് എക്സാം എഴുതുന്നവരൊക്കെ. അവരുടെ അടുത്ത് മെയിനായിട്ട് പറയാനുള്ളത്, നിങ്ങൾ കാറ്ററ്റിന് എക്സാമിന് എഴുതാൻ പോകുമ്പോൾ മെയിനായിട്ട് അതിൻ്റെ സിലബസ് നിങ്ങൾ നോക്കിയിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുക. അപ്പോൾ ഇത് രണ്ടും നോക്കിയിട്ട് വേണം നിങ്ങൾ ആ എക്സാം എഴുതാൻ പോകാൻ വേണ്ടിയിട്ട്. ഒന്നും പ്രിപ്പയർ ചെയ്തില്ലെങ്കിൽ പോലും ഈ രണ്ട് സംഭവങ്ങൾ നോക്കുക. കാരണം സിലബസിൽ നിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, അതറിയാമെങ്കിൽ കേട്ടിട്ട് ഹിന്ദിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. കാരണം ചിലപ്പോൾ രചനകളുടെ പേരൊക്കെ ഡയറക്റ്റായിട്ട് ആ സിലബസിൽ നിന്ന് തന്നെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതറിയാമെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് സിലബസ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ PYQs, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അത് നിങ്ങൾക്ക് നേരത്തെ എക്സാം എഴുതിയവരുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് PYQs കിട്ടാനുള്ള വഴി എന്ന് പറയുന്നത് നമ്മളുടെ ചാനലിൽ, ഓക്കെ, നമ്മളുടെ അല്ലെങ്കിൽ മീൻസ് പല യൂട്യൂബ് ചാനൽസും ഇങ്ങനെ PYQs ഡിസ്കസ് ചെയ്യാറുണ്ട് എക്സാം കഴിയുമ്പോൾ. ആ രീതിയിൽ നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ നമ്മളുടെ ചാനലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മെയിനായിട്ട് കാറ്ററ്റ് ഹിന്ദിയുടെ ഒരു 3-4 വർഷത്തെ 3-4 എക്സാംസിൻ്റെ മീൻസ് ഒരു വർഷം 2 എക്സാംസ് ഉണ്ട്. അപ്പോൾ 5 എക്സാം ആണെന്ന് എനിക്ക് തോന്നുന്നു. 5 എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കാറ്ററ്റ് കാറ്റഗറി 4 നമ്മളുടെ ടെലഗ്രാം ചാനലിലുണ്ട്, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അതോടൊപ്പം കാറ്ററ്റ് കാറ്റഗറി 3 ചില കിട്ടിയതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ സൈക്കോളജിയുടെ കാണും. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കുക. അത് തീർച്ചയായിട്ടും നിങ്ങളെ പ്രിപ്പറേഷന് ഹെൽപ്പ് ചെയ്യുക. അതല്ലെങ്കിൽ നമ്മളുടെ കാറ്ററ്റ് ഹിന്ദിയുടെ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇതുവരെ നടന്ന എക്സാംസിൻ്റെ, അതായത് ഞാൻ വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയതിൻ്റെ 5 എക്സാംസിൻ്റെയും നമ്മൾ PYQs ഡിസ്കസ് ചെയ്യുന്ന വീഡിയോസ് ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് പ്രിപ്പറേഷന് വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. അതാണ് മെയിനായിട്ടുള്ള കാര്യം. പിന്നെ നമ്മളുടെ ക്ലാസ്സസിനെ കുറിച്ച് പറയുവാണെങ്കിൽ, ഇപ്പം നമ്മളുടെ വീഡിയോസ് നേരത്തെ കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും, നമ്മൾ ഒരു വീഡിയോ രണ്ടാമത് റിപ്പീറ്റ് ചെയ്യാൻ നോക്കാറില്ല. ചില കാരണങ്ങളിൽ റിപ്പീറ്റ് ചെയ്യാറുണ്ട്. അതർവൈസ് നമ്മൾ പുതിയ ടോപ്പിക്സാണ് ഓരോ എക്സാംസിലും നമ്മൾ വീഡിയോസ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ ചാനലിൽ നോക്കുകയാണെങ്കിൽ കുറേ വീഡിയോസ് ഉണ്ട്. ഇപ്പോൾ കാറ്ററ്റിൻ്റെ ഹിന്ദി എടുത്ത് നോക്കുകയാണെങ്കിൽ 70ഓളം വീഡിയോസ് നമ്മൾ ടോപ്പിക് വൈസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സൈക്കോളജി ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഇതുവരെ ഞാൻ ചെയ്തിട്ടുള്ള 10 വീഡിയോസ്, അതായത് അഡോളസൻറ്റ് സൈക്കോളജിയുടെ ഫസ്റ്റ് പോർഷനിൽ വരുന്ന ഒരു 10 വീഡിയോസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. വരുന്ന ടൈമിൽ ഇനിയും ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ പ്ലേലിസ്റ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ സംഭവം കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും. പിന്നെ നമ്മളത് കറക്റ്റ് ഓർഡറിലാക്കിയിട്ട് എക്സാം ആകുമ്പോഴത്തേനും, ഏകദേശം ജൂൺ ആകുമ്പോഴത്തേനും ഒരു പ്ലേലിസ്റ്റ് കംപ്ലീറ്റ് ഫോമിൽ നമ്മളത് ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് നമ്മളുടെ ചാനലിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ നമ്മളുടെ ക്ലാസ്സസിനെ കുറിച്ച് പറയുവാണെങ്കിൽ, ഒന്നിടവിട്ട ദിവസങ്ങളിൽ കറക്റ്റ് 7 മണിക്ക്, രാത്രി 7 മണിക്ക് നിങ്ങൾക്ക് വീഡിയോസ് കിട്ടും. ലൈവ് അല്ല, ഇപ്രാവശ്യം നമ്മൾ പ്രീമിയർ ചെയ്യുവാണ്. മീൻസ് നേരത്തെ അപ്ലോഡഡാണ് വീഡിയോസ്. അപ്പോൾ നിങ്ങൾക്ക് ആ കറക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് വീഡിയോസ് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അത് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കണ്ടൻറ്റ് ചെയ്യാൻ പറ്റി ഈ പ്രാവശ്യം നേരത്തെ തന്നെ.
അപ്പോൾ അത് ഓൾറെഡി അപ്ലോഡഡ് ആണ്. അപ്പോൾ നിങ്ങൾ സ്റ്റേ ട്യൂൺ ഫോർ 7 PM. ഓക്കെ, അതാണ് മെയിനായിട്ട് പറയാനുള്ളത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം, കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പം എക്സാമിന് ബന്ധപ്പെട്ട എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിലും ഞാൻ ഇതിന് റിപ്ലൈ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം, ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ. അതർവൈസ് നമ്മളുടെ കണ്ടൻറ്റ് ക്ലാസ് വീഡിയോസ് കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, പിന്നെ എന്താണ്, നമ്മളുടെ ടെലഗ്രാം ചാനലുണ്ട്. അപ്പോൾ അതിനകത്താണ് കൂടുതൽ നോട്ട്സ് PDF, അതായത് ഈ ഈ പ്രാവശ്യത്തെ നമ്മുടെ നോട്ട്സ് നല്ല കളർഫുൾ ആയിട്ടുള്ള നോട്ട്സാണ്. അത് എന്താണ് മെയിനായിട്ട് സൈക്കോളജിയുടെ നോട്ട്സ് ഹിന്ദി നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുവരെ ചെയ്ത നോട്ട്സൊക്കെ ടെലഗ്രാം ചാനലിലുണ്ട്. പ്ലസ് നമ്മുടെ ഒരു ബ്ലോഗ് ഉണ്ട്, അതിലും കൂടി മിക്സ് ചെയ്തിട്ടാണ്, രണ്ടിലും നോട്ട്സ് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ രണ്ടും കൂടി നിങ്ങൾക്ക് പ്രിപ്പറേഷന് ഹെൽപ്പ് ചെയ്യും. പിന്നെ വേറൊരു പോയിൻ്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു ചാനൽ മാത്രം നോക്കാൻ പോകരുത്. ഇപ്പോൾ കേട്ടിട്ട് ഹിന്ദി ആയിക്കോട്ടെ, സൈക്കോളജി ഏതും ആയിക്കോട്ടെ, നിങ്ങൾ മറ്റ് യൂട്യൂബ് ചാനൽ, പ്രത്യേകിച്ച് ഫ്രീ ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർ, അല്ലെങ്കിൽ നിങ്ങൾ പെയ്ഡ് ആയിട്ടുള്ള കോഴ്സൊന്നും എടുത്തിട്ടില്ല, യൂട്യൂബിൽ നിന്ന് ഫ്രീ ആയിട്ടാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ഒരു ചാനൽ നോക്കാതെ മൾട്ടിപ്പിൾ ചാനൽസ് നിങ്ങൾ നോക്കുക. ഓക്കെ, അത് തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. കാരണം പെയ്ഡ് ആയിട്ടെന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഒരു കണ്ടൻറ്റ് സ്ട്രക്ചറായിട്ട് നിങ്ങൾക്ക് കിട്ടും. അതിൻ്റെ കൂടെ ഒരു ചാനലൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയ അപ്ഡേറ്റ് ഒക്കെ കിട്ടും. ഓക്കെയാണ്, അല്ലെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് കിട്ടും. പ്രത്യേകിച്ച് നിങ്ങൾ ഫ്രീ ആയിട്ടൊക്കെ, അല്ലെങ്കിൽ എന്താണ് യൂട്യൂബിലെ വീഡിയോസ് മാത്രം കണ്ടിട്ടൊക്കെയാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നതെങ്കിൽ, അപ്പോൾ തീർച്ചയായിട്ടും ഒന്നിൽ കൂടുതൽ ചാനൽസ് നോക്കുക. കാരണം ഇപ്പോൾ എൻ്റെ ചാനലിൽ അവൈലബിൾ ആയിട്ട് കണ്ടൻറ്റ് ചിലപ്പോൾ മറ്റ് ചാനലിൽ വേണമെന്നില്ല, അതുപോലെ അവിടെയുള്ള കണ്ടൻറ്റ് ഇവിടെ വേണമെന്നില്ല. ഓക്കെ, അപ്പോൾ ഒരു 1-2 ചാനൽസ് എങ്കിലും നിങ്ങൾ മിനിമം നോക്കുക ഒരു സബ്ജക്റ്റിന്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ കണ്ടൻറ്റും നമ്മൾ ഫ്രീ ആയിട്ട് തന്നെയാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് മെയിനായിട്ട് ടോപ്പിക് വൈസ് ആയിട്ടുള്ള വീഡിയോസ് നമ്മളുടെ ചാനലിലുണ്ട്. കേട്ടറ്റ് കാറ്റഗറി ഫോർ ഹിന്ദീനെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ. പിന്നെ സൈക്കോളജി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കാറ്റഗറി 4 വീഡിയോസ്, കാറ്റഗറി 3 ഹിന്ദിക്കും യൂസ്ഫുൾ ആകുന്ന രീതിയിലൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് മെയിനായിട്ടുള്ളൊരു ഇൻട്രഡക്ഷൻ, മീൻസ് നമ്മളുടെ ചാനലിനെ കുറിച്ച്. ഓക്കെ, ഇപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് നോക്കുക, കുറേ സംഭവങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ ഹോം പേജ്, നമ്മുടെ ചാനൽ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഹോം പേജിൽ ആ പ്ലേലിസ്റ്റ് നമ്മൾ ടാഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കാറ്റഗറി 4 ഹിന്ദിയുടെയും സൈക്കോളജിയുടെയും ഒക്കെ പ്ലേലിസ്റ്റുകൾ ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് നോക്കാം. പിന്നെ നമ്മളുടെ PYQs ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറേ എക്സാംസിൻ്റെ PYQs ഉണ്ട്. നോട്ട്സ് നിങ്ങൾക്ക് ടെലഗ്രാമിൽ PDF ആയിട്ടും, പിന്നെ ഒരു ബ്ലോഗുണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പേര് ICS അല്ലെങ്കിൽ I am ചന്ദ്രൂസ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താലും കിട്ടും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഞാൻ അത്ര സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ഒന്നുമല്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്, ഇതുകൂടാതെ ടെലഗ്രാം ചാനലുണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് മെയിനായിട്ട് നമ്മൾ നോക്കാറുള്ളൂ. പിന്നെ ഇൻസ്റ്റാ ഹാൻഡിലുണ്ട്, അതും I am ചന്ദ്രൂസ് തന്നെയാണ്. ഓക്കെ, നിങ്ങൾ മെസ്സേജ് അയക്കുവാണെങ്കിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ മെയിൻ പോയിൻറ്റ്സാണ് പറയാനുള്ളത്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ നോക്കാനുള്ള മടിയാണ്, അതുകൊണ്ട് നിങ്ങളിപ്പോൾ ചിലപ്പോൾ മെസ്സേജ് അയച്ചാൽ ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെയാണ് റിപ്ലൈ വരുന്നത്. ഓക്കെ, സോ എനിവേസ് നമ്മൾ ആവശ്യമുള്ളതാണെങ്കിൽ റിപ്ലൈ തരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മെയിനായിട്ടുള്ള പോയിൻറ്റ്സ്. പിന്നെ നമ്മൾ ഇതുവരെ പെയ്ഡ് ക്ലാസ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പിന്നെ നമ്മളുടെ ചെറിയ ചാനലിനെ കുറിച്ച് ഒരു 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ കിട്ടിക്കാണും. ബാക്കി നിങ്ങൾക്ക് വീഡിയോസിലൂടെ മനസ്സിലാവും. ഓക്കെ, മെയിനായിട്ട് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞു. ഇനി നെക്സ്റ്റ് പോയിന്റിലേക്ക് വരുവാണെങ്കിൽ നമ്മളുടെ കേട്ടറ്റിൻ്റെ പരീക്ഷാ ടൈം ടേബിൾ, അതായത് 22-23 ആണ്. അതായത് ഏകദേശം 2 മാസം ടൈം നിങ്ങൾക്കുണ്ട്. ഓക്കെ, കറക്റ്റ് 2 മാസം ടൈം നിങ്ങളുടെ പ്രിപ്പറേഷന് വേണ്ടിയുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ പ്രോപ്പറായിട്ട് വന്നിട്ടുള്ള കണ്ടൻറ്റ്, അല്ലെങ്കിൽ സിലബസിലുള്ള കണ്ടൻറ്റ് PYQs ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾ പ്രിപ്പറേഷൻ ചെയ്യുക. മൊത്തം 150 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കേട്ടറ്റിലുള്ളത്, നെഗറ്റീവ് മാർക്സ് ഇല്ല. സോ ഔട്ട് ഓഫ് 150 ഒരു ക്വസ്റ്റ്യന് 1 മാർക്ക് വെച്ച്, അപ്പോൾ 150ൽ ഒരു 100+ സ്കോർ ചെയ്യാൻ എപ്പോഴും നോക്കുക. കാരണം നമ്മളുടെ ഒരു മോട്ടോ തന്നെ ടാർഗറ്റ് 100 എന്നാണ്. ഓക്കെ, നിങ്ങളൊരു 100+ സ്കോർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈസി ആയിട്ട് കേട്ടറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, കാരണം ഇതിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറി 90, OBC 82 ഒക്കെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതിലേക്ക് നോക്കണ്ട. നിങ്ങളുടെ എക്സാം വരുന്നത് വരെ നിങ്ങളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 100 ആയിരിക്കണം. അതായത് 100 എബോവ് സ്കോർ ചെയ്യാൻ നോക്കുക. ഓക്കെ, ദാറ്റ്സ് നമ്മളുടെ മെയിൻ ലക്ഷ്യം, അതായിരിക്കണം. ഒരു 100ന് മുകളിൽ സ്കോർ ചെയ്യാൻ നോക്കുക, അതാണെങ്കിൽ നമുക്ക് കേട്ടിട്ട് ഉറപ്പായിട്ടും കിട്ടും. ഓക്കെ, പിന്നെ പ്രിപ്പറേഷൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ സിലബസ് PYQs വെച്ചിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോളുക. ഇപ്പോൾ കണ്ടൻറ്റ് വീഡിയോസ് ഉണ്ട്, അപ്പോൾ അതൊക്കെ നോക്കുക.
ഓക്കെ, ഇപ്പം നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളുടെ ചാനലിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാറ്റഗറി ഫോർ ഹിന്ദിയുടെ പ്ലേലിസ്റ്റിൽ കുറേ ടോപ്പിക് വൈസ് വീഡിയോസ് ഉണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ 70-അടുത്തുണ്ട്. അപ്പോൾ അതിനകത്ത് ചില വീഡിയോസ് നമ്മൾ ഇനിയും ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്യാത്ത, ഓരോ എക്സാംസ് വരുമ്പോൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യാത്ത പുതിയ പുതിയ ടോപ്പിക്കുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. പിന്നെ നമ്മളുടെ ചാനലിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ചില വീഡിയോസ് പിന്നെ സൈക്കോളജി മെയിനായിട്ട് പ്രീമിയർ 30 ദിവസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും. ഓക്കെ, അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ്. അപ്പം നിങ്ങളങ്ങനെ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ആ നോട്ടിഫൈ മെയിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ കറക്റ്റ് പ്രീമിയർ ചെയ്യുമ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് ക്ലാസ്സസിനെ കുറിച്ച് പറയാനുള്ളത്. ഇപ്പോൾ കുറേ വീഡിയോസ് ഇങ്ങനെ പ്രീമിയർ ആയിട്ട് കിടപ്പുണ്ട് നിലവിൽ നമ്മളുടെ ചാനലിൽ. അതായത് ജൂൺ 1 വരെ, അതായത് ഈ എക്സാം വരെ എന്തായാലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ മറ്റെന്തെങ്കിലും ഞാനിപ്പോൾ പ്രത്യേകിച്ച് പ്രിപ്പയർ ചെയ്തിട്ടൊന്നും അല്ല നിങ്ങളുടെ മുമ്പിലിരുന്ന് ഈ വീഡിയോസ് ചെയ്യുന്നത്. ഒരു വീഡിയോസും തന്നെ അല്ല. കാരണം നമ്മൾ ജസ്റ്റ് ക്ലാസ് വീഡിയോ ആണെങ്കിൽ നോട്ട് പ്രിപ്പയർ ചെയ്യുമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇതുപോലത്തെ വീഡിയോ ആണെങ്കിൽ ജസ്റ്റ് ഒരു ഐഡിയ തോന്നും. ഇപ്പോൾ കണ്ടൻറ്റ് മീൻസ് എനിക്കൊരു കുറച്ച് പോയിൻറ്റ്സ് ആഡ് ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ ഞാനൊരു വീഡിയോ ഓൺ ചെയ്തു, എന്നിട്ട് ഇത്രയും പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള പോയിൻറ്റ്സ്. പിന്നെ നമ്മൾ കുറേ എഫേർട്ട് എടുത്തൊക്കെയാണ് വീഡിയോസ് ചെയ്യുന്നത്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തോളുക. ഓക്കെ, അത്രയാണ് പറയാനുള്ളൂ. ഞാൻ മെയിനായിട്ട് നമ്മൾ ഓരോ വീഡിയോസിൽ ഇതൊന്നും പറയാറില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. കാരണം നിങ്ങളുടെ വ്യൂസ്, ലൈക്ക്, കമൻറ്റൊക്കെ നമുക്കൊരു മോട്ടിവേഷനാണ് പുതിയ കണ്ടൻറ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമ്മളുടെ പുതിയ വീഡിയോസ് മീൻസ് കണ്ടൻറ്റ് ബേസ്ഡ് ആയുള്ള പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ഈ വരുന്ന ടൈമിൽ കിട്ടും. ഓക്കെ, അപ്പോൾ അത് മാക്സിമം അല്ലാത്ത വീഡിയോസ് ഞാൻ ഇടയ്ക്ക് ഷോർട്സ് ഒക്കെ ഇടാറുണ്ട്, അതൊക്കെ മാക്സിമം ഒഴിവാക്കാൻ തന്നെ നോക്കാം. ഓക്കെ, അപ്പം നിങ്ങളുടെ പ്രിപ്പറേഷൻ ആവശ്യമായിട്ടുള്ള വീഡിയോസ് മാത്രമായിരിക്കും ഇനി ഒരു ടൈമിൽ നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിനായിട്ട് പറയാനുള്ളൂ. സോ ഗൈസ്, സീ യു ഇൻ ദ നെക്സ്റ്റ്. തബ് തക് के लिए ओके बाय.